ഇന്ന് വാപ്പേൻ്റെ വേറൊരു വീഡിയോയിലോട്ട് നമുക്ക് കാണാം. രാവിലെ ഞാൻ കൃപയും ഗൗരിയും കൂടെ രാവിലെ ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തിരുന്നില്ലേ, പാഷൻ ഫ്രൂട്ടിൻ്റെ ജ്യൂസ് അടിച്ചത്. അത് നോക്കാൻ വേണ്ടിയിട്ട്, ഫ്രൂട്ട് ഉണ്ടോ നോക്കാൻ വേണ്ടിയിട്ട് ഇവർ രണ്ടുപേരുടെ ചെന്നേ. അപ്പോൾ 2-3-4 വിളഞ്ഞ് പഴുത്തൊക്കെ നിൽപ്പുണ്ടായിരുന്നു. ബാക്കി 2 താഴെ കനാലിലും കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ ഇവരാവുന്ന നോക്കി കനാലിൽ ചെന്നിട്ട് ഇത് പിറക്കാൻ വേണ്ടിയിട്ട് വെള്ളമൊക്കെ ഒഴുകിപ്പോയി, ഒരുപാട് വേസ്റ്റൊക്കെ കിടപ്പുണ്ട് അവിടെ. അപ്പം ഞാൻ സമ്മതിച്ചില്ല പിറക്കാനായിട്ട്. പിന്നെ ഞാനും മോനും കൂടെ ഇത് നോക്കാൻ വേണ്ടി ഇറങ്ങിയപ്പോഴത്തേന് അവൻ പറഞ്ഞ് ഞാൻ പോയി പിറക്കിക്കൊണ്ട് വരാമെന്ന്. അങ്ങനെ അവൻ വേറെ അടുത്തുനിന്ന് ചെന്ന് സ്റ്റെപ്പ് ഇറങ്ങി കനാലിൽ ഇറങ്ങിയിട്ടുണ്ട്. അവൻ വന്നിട്ട് താഴെ കിടക്കുന്ന ഈ കൃപയ്ക്കും ഗൗരിക്കും ഇതൊക്കെ താഴെ കിടക്കുന്ന കണ്ടിട്ട് അത് എടുക്കാഞ്ഞിട്ട് വയ്യായിരുന്നു. പിന്നെ മോൻ ഇറങ്ങി താഴേന്ന് മണ്ടയ്ക്കോട്ടെല്ലാം എറിഞ്ഞിട്ട്. അവിടെ ഇപ്പം വേറെ വേസ്റ്റൊന്നും ഇല്ല, വൃത്തിയായിട്ടൊക്കെ കിടക്കുക. വെള്ളം ഒഴുകിപ്പോയതിൻ്റെ വേസ്റ്റ് കവറും അങ്ങനെയൊക്കെ കിടപ്പുള്ളൂ. അങ്ങനെ അതിനെല്ലാം താഴേന്ന് മണ്ടയ്ക്കോട്ട് എറിഞ്ഞിട്ട് തന്നു. 5 ഉണ്ടായിരുന്നു താഴെ കിടന്നത്. പിള്ളേർക്കാകുമ്പോൾ ഇതൊക്കെ ഭയങ്കര ഇഷ്ടമല്ലേ. കഴിഞ്ഞ ദിവസം ജ്യൂസ് അടിച്ചപ്പോൾ അവർക്ക് അതുപോലെ ചെയ്യാനായിട്ടായിരുന്നു. പിന്നെ അത് ഞാൻ കൊടുത്തൊന്നുമില്ല. പിന്നെ നമ്മൾ ഹോസ് ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ, അതുവഴി പിടിച്ച് ഇവനിങ്ങ് കയറി വന്നു. പിന്നെ വേറെന്താ, നമുക്ക് അച്ചാറിടാനായിട്ട് മാങ്ങ പറിക്കണമായിരുന്നു. പിന്നെ കിളിച്ചുണ്ട മാങ്ങ നിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഞാനും മോനും കൂടെ പറിക്കാനായിട്ടൊരു 4 പറിച്ചു. അത് നമുക്ക് കാണാം. തോട്ടിയുണ്ട്, ഒത്തിരി മാങ്ങ പിടിച്ചിട്ടുണ്ടായിരുന്നു, അതെല്ലാം താഴെ പൊഴിഞ്ഞു പോയി. പിന്നെ അവൻ 2 പറിച്ചിട്ടു, പിന്നെ 2 പിന്നെ എറിഞ്ഞിട്ടു. അങ്ങനെ ഇന്ന് ഞങ്ങൾ പാഷൻ ഫ്രൂട്ട് പറിക്കലും മാങ്ങ പറിക്കലും ഒക്കെ ആയിട്ട് നിൽക്കുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ചോറൊക്കെ വെച്ചത്. അപ്പോൾ ഇത് കണ്ടുകൊണ്ട് നമ്മുടെ കുഞ്ഞിപ്പെണ്ണ് കയറി വന്നു മുകളിലോട്ട്. ഇനിയും ഇഷ്ടം പോലെ മാങ്ങ നിൽപ്പുണ്ട്, പക്ഷെ നമുക്ക് പറിക്കാനായിട്ടുള്ള ഒരു ഇതില്ല. ഇനി തോട്ടി കെട്ടിയിട്ട് പറിക്കണം. വിളഞ്ഞിട്ടൊന്നുമില്ല, അച്ചാറിടാൻ പറ്റിയ മാങ്ങയാണ്. എല്ലാവരുടെയും വീട്ടിൽ മാങ്ങയൊക്കെ പറിച്ച് അച്ചാറൊക്കെ ഇട്ടോ. ഞങ്ങൾക്ക് ഫ്രണ്ടിൽ വേറെ വലിയൊരു മാവുണ്ടായിരുന്നു. അതിനകത്ത് വലിയ വലിപ്പമുള്ള മാങ്ങയാണ്, പക്ഷെ പഴുപ്പിക്കാൻ പറ്റില്ല, പുഴു കയറും. ഞങ്ങൾ മാങ്ങയൊക്കെ ഉണക്കി ഇപ്പോഴും ഫ്രിഡ്ജിനകത്ത് വെച്ചിട്ടുണ്ട്. അടമാങ്ങ നമ്മളെടുക്കില്ലേ, അങ്ങനെ മഴയൊക്കെ ആകുമ്പോൾ അടമാങ്ങ അച്ചാറായിട്ട് അതിടും. അത് ഭയങ്കര ടേസ്റ്റാണ്. 4 പറിച്ചെടുത്തു. 3 അനിയത്തിക്ക് കൊടുത്തു. 1 ഞാൻ പിന്നെ ഇന്ന് അച്ചാറിട്ടു. അതെല്ലാം എടുത്തിങ്ങ് കൊണ്ടുവന്നു. ഇന്ന് പാഷൻ ഫ്രൂട്ടൊന്നും കട്ട് ചെയ്തില്ല. അവളുമാർ 2-3-4 കൊണ്ടുപോയി. പിന്നെ ഞാൻ കുറച്ച് ഉഴുന്ന് വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. നമുക്ക് വട ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു 4 മണിക്ക്. ചേട്ടൻ എന്തെങ്കിലും 4 മണിക്ക് കഴിക്കണം. പിന്നെ എൻ്റെ കൂട്ടുകാരി ചക്കക്കുരു അരിഞ്ഞ് തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനൊരു സാമ്പാർ വെക്കാമെന്ന് വിചാരിച്ചു. വഴുതനങ്ങ, മുളക്, മണിത്തക്കാളിയൊക്കെ കുറച്ച് ഉണ്ടായിരുന്നു. അതൊക്കെ ആയിട്ട് ഞാൻ ഒരു തട്ടിക്കൂട്ട് സാമ്പാറും ഒക്കെ വെച്ചു. കഴിഞ്ഞ ദിവസം പറിച്ച് ചുരക്ക ഉണ്ടായിരുന്നു, അതും കട്ട് ചെയ്തു. തക്കാളിക്കൊക്കെ ഇട്ട് ഞാനൊരു ചുമ്മാതൊരു സാമ്പാർ. പിന്നെ ഒരു മാങ്ങ എടുത്ത് അച്ചാറിട്ടു. 3 അനിയത്തിക്ക് കൊടുത്തു. പിന്നെ ചക്കക്കുരു തോരൻ. ഞങ്ങളുടെ ലഞ്ച് ഇന്നത്തെ ഇതായിരുന്നു. സാമ്പാർ വെന്തു. അപ്പം ഞാൻ ചേട്ടന് ഊണ് കൊടുക്കാനായിട്ടെല്ലാം എടുത്തു വെച്ചു. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം കിടന്നു. 4 മണിയായി. പിന്നെ ഞങ്ങൾ ചായയൊക്കെ ഇട്ട്, കട്ടൻ ചായയൊക്കെ ഇട്ടു. ഈ വടയെല്ലാം ചെറുതുണ്ടാക്കി ഞങ്ങളെല്ലാം കഴിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക് യു.